കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. വാർദ്ധക്യത്തിലും തന്റെ സാഹിത്യ രംഗത്തും അതോടൊപ്പം തന്നെ സാംസ്കാരിക വേദികളിലും അദ്ദേഹം എപ്പോഴും പങ്കെടുക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് MK സാനു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാക്കുകളെ ഈ ഒരു സമയത്തും ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടിരുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ട MK സാനു അങ്ങനെ യാത്രയാവുകയാണ്. ടൗൺ ഹാളിൽ നിന്ന് ഇപ്പോൾ പൊതുദർശനം അവസാനിച്ചു. ഭൗതികദേഹം നേരെ രഘുപുരം ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആംബുലൻസിലേക്ക് ഭൗതികദേഹം കയറ്റിയിട്ടുണ്ട്. പൊതുദർശനം അവസാനിച്ചു. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതി ഇവിടെ പോലീസ് നൽകിയിട്ടുണ്ട്. ഇനി ഔദ്യോഗിക ബഹുമതിന്റെ ആകും സംസ്കാര ചടങ്ങും നടക്കുക. എന്തായാലും മന്ത്രി P രാജീവ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ടൗൺ ഹാളിൽ നിന്ന് ഇപ്പോൾ മന്ത്രിമാർ ആർജുദ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ തന്നെ നേരെ രഘുപുരം ശ്മശാനത്തിലേക്ക് പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് സാനുമാഷിന് ആദരാഞ്ജലികൾ എന്ന ചിത്രമൊക്കെ വെച്ച് ആംബുലൻസ് തയ്യാറാണ്. അല്പസമയത്തിനകം പോവാണ്. രഘുപുരം ശ്മശാനത്തിലേക്കാണ് യാത്ര. സാനുമാഷ് നടന്ന വഴികളാണ് ഇതൊക്കെയും. സാനുമാഷ് ദീർഘ വർഷങ്ങളിൽ നടന്ന വഴികളാണ്. ഒരു തെളിച്ചമുള്ള, ഒരു വെളിച്ചമുള്ള, അക്ഷര വെളിച്ചവുമായി നടന്ന വഴികളാണ്. സാനുമാഷ് പങ്കെടുക്കാത്ത പരിപാടികൾ ഒരു പക്ഷേ ഒരു അടുത്ത കാലം ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു സാനുമാഷ് ഇല്ലാത്ത ഒരു സാംസ്കാരിക മുഖം കൊച്ചിക്കെന്നല്ല കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പോയി പറയുകയും സംസാരിക്കുകയും തെളിച്ചമുള്ള വാക്കുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രായത്തിൻ്റെ അവശത ബാധിക്കാത്ത, അതേസമയം തന്നെ സൗമ്യതയോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ എത്രത്തോളം രൂക്ഷമായി പറയുന്നതിനേക്കാൾ കൂടുതൽ മൂർച്ചയിൽ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞ ഒരു മഹാമനീഷിയാണ്, ഒരു തലപ്പൊക്കമാണ്. ഉറപ്പായും ഈ നഷ്ടം അത് നികത്താനാവാത്ത നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ VS-ന്റെ കാര്യത്തിലൊക്കെ പറയുന്നത് പോലെ അത് ഒരു കാലമാണ്, ആ കാലം കഴിഞ്ഞു പോകുന്നു. അതുപോലെ ഒരു സാംസ്കാരിക കാലം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. MK സാനു എന്ന സാനുമാഷിൻ്റെ വിടവ് നികത്താൻ ഇനി ഏത് പതിറ്റാണ്ടിൽ ആര് വരുന്നു എന്ന കാര്യം അറിയില്ല നമുക്ക്. പക്ഷേ നിലവിൽ സാനുമാഷിൻ്റെ നിലപാടുകൾ എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു. സാനുമാഷ് കൃത്യമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷം ചേരാതെ തന്നെയുള്ള കൃത്യമായ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ നിലപാടുകൾ സാനുമാഷ്ക്കുണ്ടായിരുന്നു. ആ നിലപാടുകൾ കൂടിയാണ് ഒരുപക്ഷെ നിലപാടുകൾ കൂടി ഒരു മൗനം ബാധിക്കുകയാണ് ഇപ്പോൾ സാനുമാഷിൻ്റെ യാത്രയോടുകൂടി. പക്ഷേ സാനുമാഷിൻ്റെ ആ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ അതേസമയം സൗമ്യമായ വാഗ്ധോരണികൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ കുറേയധികം എഴുത്തുകൾ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഏതാണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരിക്കുന്ന സമയത്തും സാനുമാഷ് അവിടെ ഒന്ന് പുസ്തകങ്ങൾ, ഒന്നല്ല പല പുസ്തകങ്ങൾ എഴുതുകയായിരുന്നു കോവിഡ് കാലത്തിൻ്റെ ആ സമയത്തും. അങ്ങനെ തെളിമയാർന്ന അക്ഷരങ്ങളിലൂടെ മലയാളിയെ എല്ലാ കാലവും വിസ്മയിപ്പിച്ച അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രസംഗപീഠത്തിലൊക്കെ ഏറെ തെളിച്ചമാർന്ന ദശാബ്ദങ്ങളിൽ നിലയുറപ്പിച്ച ഒരു മഹാമനീഷിത യാത്രയാവുന്നു. അവിടെ ടൗൺ ഹാളിൽ രാവിലെ മുതൽ തന്നെ പൊതുദർശനമായിരുന്നു. ആ പൊതുദർശനത്തിൽ എത്രയധികം ആളുകൾ അവിടെ വന്നു എന്ന് പ്രേക്ഷകർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ണി പൊട്ടാതെ കുറേയധികം മനുഷ്യർ വന്നു, അദ്ദേഹത്തെ കണ്ടു, ഒരു ആദരമർപ്പിച്ചു. അക്കൂട്ടത്തിൽ സാംസ്കാരിക നായകരുണ്ട്, ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നായകരുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നായകരോടൊക്കെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ, അവരോടൊക്കെ വളരെ സൗഹാർദ്ദത്തിൻ്റെ ഒരു താമര നൂലുഴ എപ്പോഴും സൂക്ഷിച്ചിരുന്നു MK സാനുമാഷ്. കൊച്ചിയിൽ വരുമ്പോൾ ഇവരൊക്കെയും സാനുമാഷെ പോയി കാണുകയും അവർ ദീർഘനേരം സംസാരിക്കുകയും ചെയ്യും. അതിന് യുവതലമുറ നേതാക്കളായ ഹൈബീഡനാവട്ടെ, അവർ ആ തലമുറ നേതാക്കളോടും MK സാനുമാഷ് നിരന്തരം സംവേദനങ്ങൾ ഏർപ്പെട്ടിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പല നയങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ അപ്രിയമാണെങ്കിൽ കൂടിയും തുറന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. അതനുസരിച്ച് ആ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടു. അങ്ങനെ രാഷ്ട്രീയത്തിലും അധ്യാപകൻ ജീവിതത്തിലും സാംസ്കാരികതയിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു സാർത്ഥ ജീവിതം നമ്മെ വിട്ട് പോവുകയാണ്. രഘുപുരം ശ്മശാനത്തിലേക്കുള്ള യാത്രയിലാണ്. 5 മണിക്കാണ് SKN അദ്ദേഹത്തിൻ്റെ. അതെ, വാഷ്മി പറഞ്ഞതുപോലെ സാനുമാഷ് ഓർമ്മയാകുന്നു. എന്നാൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഈടുറ്റ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അതൊക്കെ നമുക്കിടയിൽ ഉണ്ടാകും. ഒരുപക്ഷെ എത്രയോ തലമുറകൾ കടന്ന് ആ പ്രഭാഷണങ്ങൾ നമ്മളെ കൂടുതൽ അവബോധമുള്ളവരാക്കി മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥന്മാരിൽ ഒരാളായിരുന്നു സാനുമാഷ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സമൂഹം എന്നും ചെവി കൊടുത്തിരുന്നു. വല്ലപ്പോഴുമൊക്കെ അദ്ദേഹം അതിനിശ്ചിതമായി ചില ആളുകളെ വിമർശിച്ചിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരമൊക്കെ കൊടുമ്പിരി കൊട്ടപ്പോൾ വിഷുക്കാലത്ത് ഒരു നിലവിളി ഞാൻ കേട്ടു എന്ന് സാനുമാഷിൻ്റെ ഉദ്ബോധനം ഉണ്ടായിരുന്നു. ആ നിലവിളി ചെന്ന് തറയ്ക്കേണ്ട ഇടങ്ങളിലെല്ലാം തറച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എപ്പോഴും ഒരു അധ്യാപകൻ്റെ ഉയരം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. താഴേക്ക് ഇറങ്ങി വന്നില്ല അദ്ദേഹം. വലിയ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലവാരം സൂക്ഷിക്കാൻ സാനുമാസ്റ്റർ എപ്പോഴും ഉണ്ടായിരുന്നു. സാനുമാസ്റ്റർക്ക് ഹൃദയാഞ്ജലി, അതോടൊപ്പം 24ൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികളും.